എൻ്റെ ബ്രദറിൻ്റെ ട്രയൽ ആൻഡ് എറർ വെർഷനാണ് ഞാൻ. അതായത് സ്ക്രാച്ച് ആൻഡ് വിൻ. അതായത് ഉരച്ച് നോക്കുമ്പോൾ സ്ക്രാച്ച് ചിലപ്പോൾ വിന്നാവും, ചിലപ്പോൾ തോക്കും. അപ്പോൾ തോറ്റൊരു സംഭവമായിരുന്നു, ഞാൻ ജയിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ എൻ്റെ അനിയനെ. എന്താണെന്ന് ഞാൻ പറയാം. ലൈക്ക് ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ബാങ്ക് കോച്ചിങ്ങിന് പോയി ഒരു 4-5 വർഷം കളഞ്ഞിട്ടാണ് ഞാൻ പി ജിക്ക് പോയത്. അതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ല, ജോലിയുടെ കൂടെയാണ് ഞാൻ പി ജി ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണേലും അതുകൊണ്ട് തന്നെ അനിയനെ നേരെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ സ്ട്രേറ്റ് വേ പി ജിക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് അവന് ഉടനെ തന്നെ ജോലിയും കിട്ടിയായിരുന്നേ. അതുപോലെ തന്നെയായിരുന്നു പ്ലസ് ടുവിൻ്റെ സമയത്തും. ഞാൻ സയൻസ് എടുത്തു, ഏകദേശം പൊട്ടിപ്പാളിച്ചായെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അമ്മ അവനെ കൊണ്ട് ബുദ്ധിപരമായ കൊമേഴ്സ് എടുപ്പിച്ചു. ആൻഡ് കൊമേഴ്സ് എടുത്ത ഉടനെ തന്നെ അവന് ബികോമിന് വിട്ടു. ബികോം വിട്ട ഉടനെ തന്നെ അവനെ MBA ചെയ്തു കേട്ടോ. ഞാനാണെങ്കിൽ ബാച്ചലർ ഓഫ് ആർട്സ് എടുത്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ മാർക്കിൽ അതൊക്കെ കിട്ടുള്ളായിരുന്നു. എന്താണെങ്കിലും പഠിക്കാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പഠിക്കേണ്ടത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയും അച്ഛനൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇത് പോയാൽ നന്നായിരിക്കും. ആക്ച്വലി അവർ പോയ ഞാൻ പഠിച്ച കോഴ്സേ അല്ല ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. പിന്നെ അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. എന്താണെങ്കിലും എൻ്റെ അനിയനൊരു ട്രയൽ ആൻഡ് എറർ വേർഷൻ ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ നല്ല പൊസിഷനിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ആ ട്രയൽ ആൻഡ് എറർ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചെടുത്താൽ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ പോകാൻ പറ്റി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ട്രയൽ ആൻഡ് എറേഴ്സ് എൻ്റെ ലൈഫിലും കുറേ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ വീണാലല്ലേ എണീക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഴ്ചകൾ വീണിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാൾ ജോലി ചെയ്തു. 3 വർഷവും ഒരു പരിചയമില്ലാത്ത ഫീൽഡിലാണ് ഞാൻ, പഠിച്ചിട്ട് പോലും ഇല്ലാത്ത. ഞാൻ പ്ലസ് ടുവിൽ പോലും ബയോളജി ആയിരുന്നു. എന്നിട്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ IT ഫീൽഡിൽ ജോലി ചെയ്തു. ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ IT ചെയ്യുന്നു. സോ ഓൾ ദ ഡിസിഷൻസ് ദാറ്റ് ഹാപ്പൻഡ്, ഓൾ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണേലും അവനും നന്നായിട്ടിരിക്കുന്നു, ഞാനും നന്നായിട്ടിരിക്കുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് പഠിക്കാത്ത പിള്ളേരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പഠിത്തത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ജോലി തന്നെയായിരുന്നു എപ്പോഴും ഒരു കണ്ണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ജോലിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെറ്റിൽഡായി. ലൈക്ക് ഞാനിപ്പോൾ സെറ്റിൽഡ്, ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ വിൽ ബി സെറ്റിൽഡ്. ഐ നോ ദാറ്റ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഞാൻ തനിയെ ഉണർന്നു വരുന്ന ഒരാളായതുകൊണ്ട് ഐ നോ ദാറ്റ്. അപ്പോൾ എന്താണേലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ട്രയൽ ആൻഡ് എറർ വേർഷൻ ആണോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.